സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ശേഷം 2 വറ്റൽമുളകിട്ട് നമുക്കൊന്ന് മൂപ്പിക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. അത് കഴിയുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. അത് കഴിയുമ്പോൾ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്ത് ഇളക്കാം. അതിനുശേഷം ഒരു 2 സവോള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് ഇളക്കാം. സവോള ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം മല്ലിപ്പൊടിയാണ് ആദ്യമായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് മൂത്ത് വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ശേഷം 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണോളം ചിക്കൻ മസാല, ഇത്രയാണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇത് 3ഉം ചേർത്തതിന് ശേഷം ആ പച്ച കുത്തൊന്ന് മാറുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകുന്നതാണ്. ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമ്മൾ 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ചിക്കനൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ മസാല, നമ്മൾ ആദ്യം മൂപ്പിച്ചെടുത്ത മസാല നന്നായി ഇതിൽ പിടിക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കി അത് മുഴുവൻ നമ്മുടെ ചിക്കനിലേക്ക് പിടിച്ചതിന് ശേഷം ഒരു ലേശം കൂടി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇതിലൊരു ലേശം ഉപ്പ് കുറവായിട്ട് തോന്നിയത് കൊണ്ട് നമ്മളൊരു അല്പം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ശേഷം 2 ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്തത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പൊതുവേ ഞങ്ങളുടെ ഇവിടെ ഉരുളക്കിഴങ്ങ് ഇട്ട കറി എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങളത് കൂടി ആഡ് ചെയ്യുന്നത്. അത് വേണമെന്ന് വെച്ചാൽ ഇട്ടാൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം എന്നുള്ളതേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് വേവുന്നതിനായി നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1 ഗ്ലാസ് ചൂടുവെള്ളം തന്നെ ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കറിക്ക് വേറൊരു ടേസ്റ്റ് വരുന്നതായിരിക്കും. ചൂടുവെള്ളം ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒരു കുറച്ച് നേരത്തേക്ക് നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഉരുളൻകിഴങ്ങും ആ മസാലയും ആ ചിക്കനും ഒക്കെ കൂടി ഒന്ന് വേവുന്നതിനായി നമുക്കൊന്ന് കാത്തിരിക്കാം. ഒരുവിധം വെന്തിട്ടുണ്ട് നമ്മുടെ കറി. നമുക്ക് ആ ഉരുളൻകിഴങ്ങും ഒരു പീസൊക്കെ എടുത്ത് ഞെക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നന്നായി വെന്ത് മസാലയൊക്കെ ഒന്ന് പിടിച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ കറി. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഒരു സ്റ്റൈലിൽ തയ്യാറാക്കിയിരിക്കുന്ന കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് മസാലയൊക്കെ വെന്ത് ചിക്കനും ഉരുളൻകിഴങ്ങും ഒക്കെ വെന്ത് വരുമ്പോൾ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ആഡ് ചെയ്താൽ മാത്രം മതി. ഫൈനലി സ്വാദിഷ്ടമായ നാടൻ കോഴിക്കറി, ഒരു കോഴി പെരട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു പെരളൻ കറിയാണ്. വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് കറി നന്നായി കുറുകും കഴിയുമ്പോൾ ഒരു പെരളൻ കറിയാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെയും നമുക്ക് അപ്പം, പൊറോട്ട, ഒറട്ടി തുടങ്ങിയ എല്ലാത്തിൻ്റെ കൂടെയും യൂസ് ചെയ്യാവുന്നതാണ്.